ഞാൻ എപ്പോഴും പറയും ആടുജീവിതത്തിന് എപ്പോഴും അതിൻ്റെതായ ഒരു നിയോഗത്തിൻ്റെ വിധിയുടെ വഴിയുണ്ട്. ഞാൻ ഒരിക്കലും നജീബിനെ കണ്ടുമുട്ടേണ്ട ആളേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഇപ്പം പൗലോ കൊയ്ലോ പറയും, എന്താണ്, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ വരുമെന്നുള്ളത് എനിക്ക് എത്രയോ എഴുത്തനുഭവങ്ങൾ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് അതിന് വളരെ അനുയോജ്യനായ ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നജീബ് എൻ്റെ മുമ്പിൽ പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള ആ ആലോചനകൾ, 15 വർഷം ഞാൻ അനുഭവിച്ച ഏകാന്തത, എൻ്റെ ഒറ്റപ്പെടൽ, മരുഭൂമി എന്ന് പറയുന്ന അനുഭവം, അതുണ്ടാക്കുന്ന ഒരു മരവിപ്പ്, അതുണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസ്, ഇതിനെയെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കഥാപാത്രത്തെ കിട്ടിയെന്നുള്ളതാണ് നജീബിനെ കണ്ടുമുട്ടിയതിലൂടെയുള്ളത്. പക്ഷേ ഈ ആലോചനയും ഈ നോവലും ഒക്കെ എൻ്റെ മനസ്സിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് ധാരാളമായി ദൈവം എന്ന് പറയുന്ന ഘടകം കടന്നു വരുന്നത്. നജീബുമായിട്ടുള്ള സംസാരത്തിൽ ഒട്ടുമേ ദൈവമില്ലാത്ത ഒരു സംസാരമാണ്. അതിനകത്ത് വെറും ജീവിതം മാത്രമാണ്. പക്ഷേ ദൈവം, ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സാധനം, ഇതിനകത്ത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഈ നോവലിൽ നിരന്തരമായി കടന്നു വരുന്നത് ഞാൻ അതിനു മുമ്പേ ചിന്തിച്ചു വെച്ച നോവലിൻ്റെ ഭാഗത്തേക്ക് നജീബിനെ ഇറക്കി വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അതിൻ്റെ പല ഡീറ്റെയിൽസും ചിലതൊക്കെ എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. സിനിമയ്ക്ക് സ്പോയിലർ ആവാത്ത കാര്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ. അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് പേടി. ഇപ്പം ആടുജീവിതത്തെ സംബന്ധിച്ച് കഥ എന്ന് പറയുന്നത് സസ്പെൻസും സ്പോയിലറും ഒന്നുമില്ല. എല്ലാവരും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം സിനിമ ഇറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വീണ്ടും കഥ അറിയാൻ വേണ്ടി വായിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്കറിയാവുന്ന ഒരു കഥ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആൾക്കാർ പോകുന്നത്. അല്ലാതെ സിനിമ കാണാൻ പോകുന്നത് അത് പോവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമുക്ക് കഥ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ വേണ്ടായല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയല്ല. അപ്പോൾ കഥ നമുക്കൊരു പ്രശ്നമല്ല. അതാണ് സംവിധായകൻ്റെ മിടുക്ക്. അത് കണ്ട ആളെന്നുള്ള രീതി പറയുമ്പോൾ ഞങ്ങൾക്കത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ നജീബിനെ ഇതിനകത്തേക്ക് പകർത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നാണ് ഈ ഭാഷയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം സാറിൻ്റെ ഇപ്പോൾ അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്നത് എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞവെയിൽ മരണങ്ങൾ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ എന്താണ് ഭാഷ ഈ ആടുജീവിതത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ഞാൻ വായിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ അതൊരു പക്ഷേ ലാഗായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മരുഭൂമിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എനിക്കത് പോരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ മരുഭൂമിയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചില സാധ്യതകളൊക്കെ അതിനകത്ത് വന്നിട്ടില്ല. ഒരു പക്ഷേ സിനിമയിൽ അത്തരം സാധ്യതകൾ കൂടെ ബ്ലെസ്സി കണ്ടെത്തിയിട്ടുണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഈ മരുഭൂമി ഭാഗത്തെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ വായനയിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഒരു ആകാംക്ഷയിൽ നിന്നാണ്. ഇയാൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു ആകാംക്ഷയിൽ നിന്നാണ്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം, അയാൾ കടന്നു പോകേണ്ട എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ത്യാഗപൂർണമായ എല്ലാ വഴികളും പൂർത്തിയാക്കി നമ്മളൊരു തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് പോലെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാ കടന്നുവഴിയും പൂർത്തിയാക്കിയാൽ മാത്രമേ അയാൾക്ക് പുറത്ത് കിടക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അതിനെ ഇങ്ങനെ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെ പോയി. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു വണ്ടിയുടെ ടയർ കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ച് വേണമെങ്കിൽ അയാളെ അങ്ങ് നേരെ വഴിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ മരുഭൂമികൾ അതിനെ പിന്തുടർന്ന് പോകുമ്പോൾ പെട്ടെന്ന് മണൽക്കാറ്റ് വരികയും ആ ടയർ മാഞ്ഞു പോവുകയും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മരുഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സാധ്യതയാണ് സിനിമയ്ക്കുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ വാക്കുകളിലൂടെ വിവരിച്ചാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ സാധ്യത ദൃശ്യത്തിലൂടെ പറയാം. അതുകൊണ്ടാണല്ലോ പുതിയ കാലത്ത് കൂടുതൽ ആളുകൾ ദൃശ്യമാധ്യമത്തെ സ്വീകരിക്കുന്നത് ഒരു വിനിമയ ഉപാധി എന്ന നിലയിൽ. അപ്പം ആ സാധ്യതകളെ മുഴുവനാണ് സിനിമയിൽ വലിയ തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മരുഭൂമിയുടെ വ്യത്യസ്ത തരം സ്വഭാവങ്ങൾ, അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതിനുണ്ടാകുന്ന രൂപപരിണാമങ്ങൾ, മരുഭൂമിയിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ സിനിമയിൽ വളരെ കൃത്യമായി നോവലിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സമഗ്രമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പുതിയ ഏരിയയാണ്. ഒരു പക്ഷേ നോവലിൽ നിങ്ങൾ കാണാത്ത ഒരു ഏരിയയാണ് സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ബ്ലെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെന്യാമിൻ വായിച്ചതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ നോവലിലെ പല ഭാഗങ്ങളും എവിടെയാണെന്നോ ഏത് ചാപ്റ്ററിലാണെന്നോ ഒന്നും അറിയത്തില്ല. പുള്ളി ഇപ്പോൾ എടുത്ത് ചോദിച്ചാൽ ഏതുറക്കത്തിലും പറയും അത് 13-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വരിയാണെന്ന് പറയുന്ന തരത്തിലേക്ക് പുള്ളി അതിങ്ങനെ, പുള്ളിയുടെ ആ ബുക്ക് ഇപ്പോഴും ഉണ്ട്. ആദ്യം വായിച്ചു തുടങ്ങിയ നോവൽ ഇപ്പോഴും പുള്ളി മാർക്ക് ചെയ്ത് അതിനകത്ത് അണ്ടർലൈൻ ചെയ്തതും ഹൈലൈറ്റ് ചെയ്തതുമായ ഭാഗങ്ങൾ ഇങ്ങനെ വെച്ചിട്ട്, അപ്പം സ്വാഭാവികമായിട്ടും അതിനെ വളരെ ആഴത്തിൽ
വായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള മലയാളി ഒരുപക്ഷെ ബ്ലസ്സി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരു കഥയെ ഇങ്ങനെ ഒരുപാട് വർഷം, ഇപ്പോൾ 10-16 വർഷം പിന്തുടരുക എന്ന് പറയുന്നത് നമുക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഉണ്ട്, ഇപ്പോൾ ഷേക്സ്പിയർ വായനയൊക്കെ ഇങ്ങനെ തുടരുന്നത് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഒരാൾ ഇങ്ങനെ അനുധാവനം ചെയ്യുന്നത് പരിപാടി നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അയാളുടെ സബരിയാണ്, ഇല്ലെങ്കിൽ അയാൾ അതിൽ തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് പിച്ച് ചെയ്യാൻ പറ്റും. പുതിയൊരു വായനയുടെ പുതിയ തലമായിരിക്കും അയാളെത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ബെന്യാമിന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ബ്ലസ്സി എത്തി നിൽക്കുന്ന തലം ഏതാണെന്നുള്ളത്. തീർച്ചയായിട്ടും അതായിരിക്കും ഒരുപക്ഷെ സിനിമയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയ റേഞ്ചിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സിനിമ ഏത് തരത്തിലുള്ള തലത്തിൽ വരെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. പിന്നെയും നിരന്തരം വൈകുന്നതോടുകൂടി നിരന്തരം ഇതിലൂടെ കടന്നു പോവുക, അതിന് പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ മാനങ്ങളും അതിൻ്റെ ഉയരങ്ങളും കണ്ടെത്തുക, അതിനെ എങ്ങനെയൊക്കെ ഉയർത്താമോ അത്തരത്തിലൊക്കെ അതിനെ ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്ന അതിലാണ് ഒരുപക്ഷെ ഈ 16 വർഷം അദ്ദേഹം ജീവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. കാരണം പുതിയതായി ഒന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ നാളെയും നിൽക്കുന്നത്, മറ്റന്നാളും നിൽക്കുന്നതെങ്കിൽ നമ്മൾ വളരെ വേഗം മടുത്തു പോകും. പക്ഷേ അദ്ദേഹം ഓരോ നിമിഷവും ഈ ആടുജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുകയും പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും അതിലാവേശവചലനായി അതിലേക്ക് മുന്നോട്ട് പോവുകയും അതിനുള്ള വഴി കണ്ടെത്തുകയും അതെങ്ങനെ ചിത്രീകരിക്കാമെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 16 വർഷം നിൽക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മാനസികമായി അദ്ദേഹത്തെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആരായാലും 16 വർഷം നിന്ന് ഇടത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ 2008 2009 അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഇപ്പോഴുമെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും തുടരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും അദ്ദേഹം അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ വായനയുണ്ട് അതിനകത്ത്. അതാണ് ശരിക്കുള്ളൊരു വായനക്കാരൻ, ആക്ച്വൽ വായനക്കാരൻ. ഇതിനകത്തൊരു മരുഭൂമിയുടെ ഡീറ്റെയിലിംഗ് പോകുമ്പോൾ ഈ നോമാൻസ് ലാൻഡിനെ കുറിച്ച് ആനന്ദ് എഴുതുന്ന സമയത്തും ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുന്ന സമയത്തും ഒക്കെ മരുഭൂമികൾ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു മെറ്റഫറായിട്ടോ ഇല്ലെങ്കിൽ പലതരത്തിൽ അതിനെ പരിഗണിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോസഫിക്കലി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നത്. ഞാൻ ഈ നോവൽ വായിക്കുന്ന സമയത്ത് ആ വഴിയിലൊക്കെ ഇങ്ങനെ ഈ നോവൽ കടന്നു പോകും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഥ മറ്റൊരു രീതിയിൽ എന്നെ സെൻറ്റിമെൻ്റലാക്കി കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ. അങ്ങനെ വേറൊരു വഴിക്കൊക്കെ പോയെങ്കിലും ഈ മരുഭൂമികൾ അറിയാനുള്ള ത്വര ആ സമയത്തും എനിക്ക് ഈ നോവലിലും ഞാൻ തുടരുന്നുണ്ടായിരുന്നു. അല്ലാതെയും വായിക്കാനോ ഡിസ്കവറിയുടെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അത്തരം ഒരു അന്വേഷണം ബ്ലസ്സി നടത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസ്സിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത്തരം ഡീറ്റെയിൽസ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ നോവലിൽ കണ്ട ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ പാമ്പിൻ്റെ വരവെന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഞാനിങ്ങനെ കൊതിയോടുകൂടി കാത്തിരിക്കുക, ഇതെവിടെയും തേടിയിരിക്കുന്ന ഒരു മനസ്സുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്കത്ര കടുംപിടുത്തമില്ല കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. ഇന്ന വിഷ്വൽ ഒരാൾക്ക് വേണമെന്നായിരിക്കും. ഇത്തരം കോൺസെപ്റ്റിനെ എല്ലാം കൂടെ ആകെ തുകയായിരിക്കണമല്ലോ ഈ സിനിമ. അതിൻ്റെ അതെങ്ങനെയായിരിക്കും? അല്ല, പലതരം ചർച്ചകളിലൂടെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പം ഞാനും ബ്ലസ് സാറും തമ്മിലുള്ള ഒരു ചർച്ച, ബ്ലസ് സാറും പൃഥ്വിരാജും തമ്മിലുള്ള ചർച്ച, ബ്ലസ് സാറും ക്യാമറമാൻ സുനിലുമായിട്ടുള്ള സുനിലിനെ പലരും പറയുന്നില്ല പല ഇൻ്റർവ്യൂവിൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സുനിലിൻ്റെ പേരുകൾ നിരന്തരം പറയാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുനിൽ വളരെ അനുഗ്രഹീതനായ ക്രിയേറ്റീവായ ഒരാളാണ്. നിങ്ങൾ സുനിലിൻ്റെ പേര് ഇനിയും പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള നിരന്തരമായ നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള നിരന്തരമായ കൊടുക്കുവാങ്ങലുകളിലൂടെയാണ് ഇതിലേതൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ സ്വീകരിക്കാം എന്ന് പറയുന്നത്. ഇപ്പം ഈ നോവൽ 43 ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്, ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതിലാണ്. അപ്പം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ ഈ പറഞ്ഞതുപോലെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഞാൻ സിനിമ കണ്ട് വന്നതിന് ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് അംഗീകരിച്ചു, ബ്ലസ് സാർ അംഗീകരിച്ചു, റഹ്മാൻ സാർ അംഗീകരിച്ചു. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇവരൊക്കെ വലിയ മനുഷ്യരാണെങ്കിൽ പോലും നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ അഭിപ്രായത്തെ പോലും കേട്ട് അതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ അങ്ങനെ നിരന്തരമായ തിരുത്തലുകൾ വരുത്തിയും അഭിപ്രായങ്ങൾ രൂപീകരിച്ചും ഒക്കെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഒരു ഏകാധിപതിയായി ഒരാൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല സിനിമ. ഇതിനകത്ത് മരുഭൂമിയുടെ ഇതിനകത്ത് മരുപ്പച്ച പോലെ തന്നെയാണ് ഈ മരീചിക എന്ന് പറയുന്നത്. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മരീചിക എങ്ങനെ ചിത്രീകരിക്കും. നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിത്രീകരിക്കാൻ പാടായിരിക്കും. ക്യാമറ
ക്യാമറയിൽ അത് കാണാൻ പറ്റണമെന്നില്ല, ഇല്ലെങ്കിൽ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പലതും റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആടുകളുടെ കാര്യം തന്നെ ബ്ലെസ്സി സാർ പറയുന്നുണ്ട്, ആടുകളെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അത്രയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ സത്യത്തിൽ സിനിമയ്ക്ക് ഏത് തരത്തിലായിരിക്കും ഗുണകരമാകുക? അല്ല, അതാണ് അദ്ദേഹം ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതുപോലെ ഒരു സീൻ കിട്ടാൻ വേണ്ടി 5 ദിവസം കാത്തിരിക്കണമെങ്കിൽ 5 ദിവസം കാത്തിരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ പടം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണമെന്ന് വിചാരിച്ച് എല്ലാവരും ഓടുമ്പോൾ പോലും അതിൻ്റെ സമ്പൂർണ്ണതയിൽ അദ്ദേഹം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കാം എന്നൊരു തീരുമാനം. അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി. അപ്പം ഈ ഡീറ്റെയിലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ അനുഭവേദ്യമാകും എന്നുള്ളതാണ് ഈ ഡീറ്റെയിലിങ്ങിൻ്റെ പ്രത്യേകത. അത് നോവലായാലും സിനിമയായാലും ഒക്കെ നമ്മൾ ഉഴപ്പിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഉഴപ്പ് തീർച്ചയായിട്ടും നമ്മളുടെ ആ അനുഭവത്തിൽ ആ കല ആസ്വദിക്കുന്ന കാര്യത്തിലും അത് ഉണ്ടാവും. നമ്മൾ എത്രയും തീക്ഷ്ണമായി ആഴമായി പഠിച്ചിട്ടാണ് കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആസ്വാദന നിലവാരം കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മരുഭൂമിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കാണാത്ത മരുഭൂമികൾ ഇല്ല എന്നുള്ളതാണ്. ഈ വൈവിധ്യമാർന്ന മരുഭൂമിയുടെ സ്വഭാവങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അതിൻ്റെ ഏറ്റവും ദൃശ്യമായ നമ്മളിന്നോളം ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത സഹാറ മരുഭൂമിയുടെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതിലും ഒക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, ആ ഡീറ്റെയിലിങ് തീർച്ചയായിട്ടും സിനിമയിലെ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് വളരെയധികം നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ബെന്യാമിൻ ഉഴപ്പിയിട്ടുണ്ടാവും, പക്ഷേ പുള്ളി കുഴപ്പം പറ്റില്ല, കാരണം ഇത് വേറൊരു പിച്ചിങ് ആണല്ലോ. അപ്പം ആ ഉഴപ്പിയ സ്ഥലങ്ങളിലൊക്കെ പുള്ളി വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന 100 സംശയങ്ങൾ ഞങ്ങൾ സംശയം ചോദിക്കാനേ ഉള്ളു സമയം. ഓരോ നിമിഷങ്ങളിലും ഞാൻ പറയാം, സാറേ അത് വായനക്കാരെ അങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് പൊക്കോളൂ. അപ്പം ബ്ലിസാർ തന്നെ പറയാം, അത് വായനക്കാർ എങ്ങനെയൊക്കെ പറ്റും, പക്ഷേ സിനിമയിൽ അത് പറ്റില്ല. അതിന് കൃത്യമായ വിശദീകരണം കൊടുക്കണം, കൃത്യമായ ഡീറ്റെയിലിങ്ങിന് ഉണ്ടാവണം. ഇപ്പം അറബികളുടെ ഡ്രസ്സിനെ കുറിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അറബ് ഡ്രസ്സ് ആണ്, അർബാബിൻ്റെ ഡ്രസ്സ് ഇന്നതാണെന്ന്. പക്ഷേ അർബാബിൻ്റെ ഡ്രസ്സ് ഇന്നതാവണം, അതിന് എത്ര പഴക്കം ഉണ്ടാവണം, അവർ കുളിക്കുന്നുണ്ടാവുമോ, ഇങ്ങനെയൊക്കെ അനേകം കാര്യങ്ങളിൽ ഉള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതങ്ങനെ നിരന്തരം വായിക്കുന്ന ഒരാൾക്കും അതിനെ അത്തരത്തിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ 2018 തുടങ്ങി 2023 തീരുന്ന ദിവസം വരെയും അതങ്ങനെയാണ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബ്ലിസാർ തന്നെ പറഞ്ഞു, ഒരു വടി കുത്തിയ നിഴല് പോലും ഇല്ലാത്ത പ്രദേശമൊക്കെ ബെന്യാമിൻ ഇതൊക്കെ എഴുതി വെക്കാം, പക്ഷെ ഞാനെങ്ങനെ ചിത്രീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതൊരു ഭയങ്കര ചലഞ്ചാണ്. അതേപോലെ തന്നെ ഈ മണൽ കൂനകൾ ഉണ്ടാവുന്നത്, കാറ്റടിക്കുന്നത്, പലതരത്തിലുള്ള വിഷ്വൽ സാധ്യതകളും നമ്മളതിനകത്ത് നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നോവലിൽ ഇത് കണ്ട് എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ അനുഭവിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഭാവനയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഭാവനയിൽ അത് കണ്ടോളും. പക്ഷേ സിനിമയിൽ ഇത് സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഏതൊരു ഘട്ടത്തിൽ, അതായത് ഈ മരുഭൂമിയിലെ കാറ്റടിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രശ്നം. അവിടെ ചിത്രീകരണം നടക്കത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ പൃഥ്വിരാജ് അവിടെ വന്ന് പറയുകയാണ്, ഈ സിനിമയുടെ തിരക്കഥ എഴുതി വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, ആന വരുണ്ടു, ജനങ്ങൾ ചിതറി ഓടുന്നു എന്ന് അത്ര എഴുതി വെച്ചാൽ മതി തിരക്കഥാകൃത്തിന്. പക്ഷേ പണിയെടുക്കുന്നവൻ അറിയാം ഇതെങ്ങനെ എടുത്തെടുക്കണമെന്ന്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരിക്കലും ചേരാത്ത 2 സാധനങ്ങളാണ് ഈ എഴുത്തും ചിത്രീകരണവും എന്ന് പറയുന്നത്. ആ മരുഭൂമിയിൽ പോയി നിന്ന് ചിത്രീകരിക്കുക എന്ന് പറയുന്നത്, തണുപ്പത്തൊക്കെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ വെല്ലുവിളികളെല്ലാം അവർ അതിജീവിച്ച് അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ, അതിൻ്റെ തീക്ഷ്ണതയിൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷൻ്റെ ആയിട്ട് അതിനെ കാണേണ്ടതെന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഒരു സിനിമ എന്നുള്ളതല്ലാതെ എത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജ് തന്നെ സ്വയം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇനി ഇതുപോലൊരു ഡെഡിക്കേഷൻ മറ്റൊരു പടത്തിൽ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ ഇത്രയും കാലമൊന്നും ഒരു പടത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഇനിയുള്ള കാലത്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അദ്ദേഹം അതിനോടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഈ നോവൽ സിനിമ എടുക്കുന്ന ഈ ടൈമിനുള്ളിൽ കോവിഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ജോർദാനിൽ പെട്ടുപോകുന്ന അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും ഒരുപക്ഷെ ഈ സിനിമയെ തളർത്തിക്കളയാൻ പറ്റിയില്ല. അവിടുന്നും നമ്മൾ പിടിച്ചു കയറി എന്ന് പറയുന്നത് അതൊരു സർവൈവലാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക നമുക്ക് സിനിമ വരുമ്പോൾ കിട്ടണം. പക്ഷെ നമ്മൾ പിന്നിൽ പണിയെടുത്തു എന്ന് കരുതിയിട്ട് മുന്നിൽ അത് കാണണമെന്നില്ല. പക്ഷെ അതും വേറൊരു ആശങ്കയാണ്. കാരണം മുന്നിൽ ഇതെങ്ങനെയാണ് വരിക, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. വലിയ കലാകാരന്മാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, പക്ഷെ ജെമ്മാവണം. നോവൽ
ചേർന്നു, എല്ലാവരെയും മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു. നമ്മളെ കുറേ ദിവസം ഉറക്കം കെടുത്തി. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഇനിയിപ്പോൾ സിനിമ കാണുമ്പോൾ ഉണ്ടാവാൻ പോകുന്നൊരു ട്രോമ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റി, നമ്മൾ അതിൽ നിന്ന് കുതിപ്പ് കണ്ടെത്തി. ഇത്രയും പ്രതിസന്ധികൾ നജീബിന് കടക്കാമെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് വായന വന്നു. അപ്പോൾ ഇത്തരം ആശങ്കകൾ കൂടെ നമ്മൾ എങ്ങനെയാണ് ഈ സമയത്ത്? അല്ല, നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബിഹൈൻഡ് ക്യാമറയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, എൻ്റെ പ്രോഡക്റ്റ് വളരെ മോശമായിരിക്കും, ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പാടെടുത്തിട്ടാണ് സിനിമ ചെയ്തത്, ഇത്രയൊക്കെ ത്യാഗം അനുഭവിച്ചു എന്ന് വിചാരിച്ചു ഒരു പ്രേക്ഷകനും അതിനുവേണ്ടി സൗജന്യമായി ഒന്നും ചെയ്യില്ല. അവനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനെപ്പോഴും പറയും, ബെന്യാമിൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നോവൽ എഴുതിയെന്നുള്ളത് വായനക്കാരനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എത്ര അധ്വാനിച്ചു, നിങ്ങൾ എത്ര യാത്ര ചെയ്തു, എത്ര കഠിനാധ്വാനം ചെയ്തു, എത്ര രാത്രി ഉറക്കളിച്ചു, ഇതൊന്നും വായനക്കാരന് പ്രശ്നമില്ല. വായനക്കാരനെ സംബന്ധിച്ച് അവൻ വായിക്കുന്ന പേജിൽ അവനെ പിടിച്ചിരുത്താൻ അവന് പറ്റുന്നുണ്ടോ? അവർ വേറെ 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. അതൊന്നുമില്ലാതെ ആ പേജിനകത്ത് 300 പേജുണ്ടെങ്കിൽ ആ 300 പേജും പുറത്ത് പോകാനാവാതെ അവനെ പിടിച്ചിരുത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ദൗത്യമെന്ന് പറയുന്നത് പോലെ സിനിമ നടക്കുന്ന 3 മണിക്കൂർ നേരം അവനെ ഒരു തരത്തിലും മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് സിനിമാ സംവിധായകൻ്റെയും ഈ സിനിമാ പ്രവർത്തകരുടെ എല്ലാവരുടെയും കൂട്ടായ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രേക്ഷകൻ, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് ഒരു സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ അധ്വാനവും ഇവർ അധ്വാനിച്ചതും ഇവരുടെ കാശ് മുടക്കിയതോ ഇവർ താഴ്ന്നതോ അതൊക്കെ വേറെ നായിക്ക് തന്നെ തിയേറ്ററിൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉള്ളത്. ഇപ്പോൾ എനിക്കൊരു കഥ കിട്ടുന്നു, ഇത് എൻ്റെ എഴുത്തിനെ എല്ലാ തരത്തിലും പ്രകോപിപ്പിക്കാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ അക്ഷരങ്ങളെ ഞാൻ ഇത്തോളം ആർജിച്ച അറിവ്, എൻ്റെ എഴുത്തു പരീക്ഷണങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു കഥയാണെന്ന് കേട്ടാൽ ഞാൻ അതിലേക്ക് പൊങ്ങി ചാടി പിന്നെ ഞാൻ എത്ര കാലം വേണമെങ്കിലും അതിൻ്റെ പിന്നാലെ പോകും, അതിനു വേണ്ടി അലയുകയും അത് എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഇവർ രണ്ടുപേരും ഒരേപോലെ തിരിച്ചറിഞ്ഞു ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലിസാർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും സമ്പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരിടം എന്നുള്ള അതിൻ്റെ ദൃശ്യപരതയായിരിക്കും, വൈകാരികത, അദ്ദേഹത്തിൻ്റെ പടങ്ങളുടെ പ്രത്യേകത വൈകാരികമായ ഒരു പകർന്നു കൊടുക്കലാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇതിനെ ലോകത്തോളം എത്തിക്കുക, ലോകത്തിലെ അതിരുകളോളം എത്തിക്കാനുള്ള ഒരു സാർവലൗകികമായ വിഷയസാധ്യത ഏതൊരാളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാദേശിക ഇതല്ല, വളരെ സാർവലൗകികമായ ഒരു കഥയാണ്. ലോകത്തിൽ അത് എന്താണ്, കൊറിയയിലിരുന്ന് കണ്ടാലും യൂറോപ്പിലിരുന്ന് കണ്ടാലും അമേരിക്കയിലിരുന്ന് കണ്ടാലും ഭാഷ ഏതായാലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള പറയുന്ന ഒരു വലിയ സാധ്യത ഇതുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചും അതുതന്നെയാണ്. താൻ ഇന്നോളം അഭിനയിച്ച സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ വീണ് കിട്ടുകയാണ്. അതിനുവേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യപ്പെടാമോ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ ഉയർത്തും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് അദ്ദേഹത്തിന് 16 സിനിമ അഭിനയിക്കാമായിരുന്നു. അപ്പം വെറുതെ അഭിനയിക്കുക മാത്രമല്ല, തൻ്റെ ക്രിയേറ്റിവിറ്റി 100 ആടുജീവിതം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് 103ാമത്തെ സിനിമ മറ്റായിരുന്നു. അതിനുശേഷം കുറേ വന്നു, ഇപ്പോൾ 120 140 സിനിമ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പം ഈ 100 സിനിമയിലും ഞാൻ ചെയ്തതിൻ്റെ അപ്പുറത്തൊരു കാര്യം ചെയ്യാൻ ഇതിനകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അവരെ ഇതിനോട് സ്റ്റിക്ക് ചെയ്ത് നിർത്തി. എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും നമ്മളിത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് ചില കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടായിരിക്കും അവിടെ നിർത്തിയത്. അപ്പോൾ ഇനി നിന്ന് പോകുന്നു പറയുമ്പോൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ്, ഇനിയുമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കളഞ്ഞിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഇത് രണ്ടുമായിരിക്കും ഇവരെ രണ്ടുപേരെയും അതിനോട് എല്ലാ പ്രതിസന്ധികളുടെ നിമിഷത്തിലും തളരാതെ പിടിച്ചു നിർത്തിയെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നോവലിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ മഞ്ഞവെയിൽ മരണങ്ങൾ പോലെയല്ല അക്കപ്പൂരിൻ്റെ 20 വർഷങ്ങളുള്ളത്. അതുപോലെ തന്നെയാണ് തരകൻസ് ഗ്രന്ഥാവലി വരുമ്പോൾ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അത് ശരിക്കും എഴുത്തെന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത് സിനിമയായി മാറുകയാണ്. ആടുജീവിതം സിനിമയായി മാറുമ്പോൾ അതിങ്ങനെ സിനിമയായി മാത്രം അറിയപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും നമ്മൾ ചോദിക്കുന്നുണ്ട്. ചിലപ്പം അത് സിനിമയായിട്ട് മാത്രമായിരിക്കും ഇനിയുള്ള തലമുറ മനസ്സിലാക്കുക. അപ്പോൾ ആടുജീവിതം നോവൽ ഒരുപക്ഷെ ഇവിടെ കഴിഞ്ഞു, നോവലിൻ്റെ സാധ്യത അവിടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും തുടരുക. പക്ഷേ സിനിമ കുറച്ചുകൂടെ മാസ് മീഡിയമാണ് ഇന്നത്തെ
കാലഘട്ടത്തിൽ. അപ്പോൾ ഇനി വരുന്ന തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ ഇനി കെൽപ്പുള്ളൊരു ടൂൾ എന്നുള്ള അർത്ഥത്തിൽ വായന ഉള്ളപ്പോഴും സിനിമയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഒരു പരിമിതിയായി മാറിപ്പോകും. എഴുത്തുകാരൻ എവിടെയാണ് ഇതിൻ്റെ ഏത് തലത്തിലാണ് ഒപ്പം നിൽക്കുക? സിനിമയ്ക്കൊപ്പം കൂടുമോ, നോവലിനൊപ്പം കൂടുമോ? രണ്ടും രണ്ട് മാധ്യമമായതുകൊണ്ട് രണ്ടും എൻ്റേത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ബേസിക് കഥ എൻ്റേതാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇന്നോളമുള്ള ചരിത്രത്തിൽ സിനിമ ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു പുസ്തകവും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഷാജഹാൻ മാണമ്പാട് എനിക്ക് അങ്ങനെയുള്ള ചരിത്രങ്ങൾ വെച്ചിട്ട് ഒരു വലിയ റൈറ്റപ്പ് അയച്ചിരുന്നു. അപ്പം കാരണം സിനിമ വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾ, വായനക്കാർ ഇതെന്താണ് ഇതിനു മുമ്പ് എഴുതിയിരുന്നത് എന്നറിയാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോവുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. പിന്നെ സിനിമ മാത്രം കാണുന്നവർക്കാണെങ്കിൽ ശരി, സിനിമ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഉള്ളതെന്ന് വെച്ചാലും നമുക്ക് പ്രശ്നമില്ല. എന്നാലും അവർ ഇതിൻ്റെ ബേസിക് സ്റ്റോറി ആരായിരുന്നു എന്ന് അന്വേഷിക്കുകയും അത് ബെന്യാമിൻ്റെ കഥയെ ആസ്പദമാക്കി ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം രണ്ട് തരത്തിലും എനിക്കത് ഗുണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല, അതൊരു വലിയ പ്രതിസന്ധിയായി കാണുന്നില്ല.